ഹായ്, വെൽക്കം ടു ജോബീസ് കിച്ചൺ. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി അമേരിക്കൻ ചോപ്സിയാണ്. അപ്പോൾ നമുക്ക് അമേരിക്കൻ ചോപ്സി വളരെ ലളിതമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അമേരിക്കൻ ചോപ്സിക്ക് വേണ്ടിയുള്ള നൂഡിൽസ് ആദ്യം നമ്മൾക്ക് ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ അല്പം ഓയിൽ ഒഴിച്ച് ബോയിൽ ചെയ്ത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിരിക്കുന്ന നൂഡിൽസാണ്. ഏകദേശം 150 ഗ്രാം നൂഡിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു പാൻ അടപ്പത്ത് വെച്ച് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മളുടെ ഈ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിനകത്തേക്ക് ഇതേപോലെ ഇട്ട് നമ്മൾക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നൂഡിൽസ് അമേരിക്കൻ ചോപ്സിക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അധികം പൊടിയാത്ത ഫ്രഷ് നൂഡിൽസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇപ്പോൾ എനിക്ക് കിട്ടിയ പാക്ക് അല്പം പൊടിഞ്ഞതൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വലിയ പൊടിയാത്ത നൂഡിൽസ് നോക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് മറിച്ചിടാം. എന്നിട്ട് തീ കുറച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ആക്കി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പം എൻ്റെ ഈ നൂഡിൽസ് പൊടിയായതുകൊണ്ടാണ് അങ്ങനെ ചില സ്ഥലത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ പൊടിയാത്ത നൂഡിൽസ് ആണെങ്കിൽ നമ്മൾക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ മറ്റു ചേരുവകൾ നോക്കാം. നൂഡിൽസ് ഒരു സൈഡിലേക്ക് വയ്ക്കുന്നുണ്ട്. നമ്മൾക്കൊരു കഷ്ണം ക്യാബേജ് വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു 2 ബീൻസ്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, പിന്നെ സോയാ സോസ്, ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടി, അജിനാമോട്ടോ, കോൺഫ്ലവർ, അല്പം റെഡ് കളറ്, ഒരു മുട്ട, ഒരു കഷ്ണം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ, വെള്ളം. ഇത്രയും ചേരുവകളാണ് അമേരിക്കൻ ചോപ്സിക്ക് വേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത് നോക്കാം. ക്യാബേജ് ആദ്യം കട്ട് ചെയ്യാം. ക്യാബേജ് നമ്മൾ നൂഡിൽസിൽ നിന്ന് കട്ട് ചെയ്യുന്ന പോലെ നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾക്ക് ക്യാരറ്റും നന്നായി കനം കുറഞ്ഞ് നമ്മൾക്ക് ഇതേപോലെ നൂല് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ബീൻസും ഇതേമാതിരി തന്നെ നല്ല നീളത്തിൽ കട്ട് ചെയ്യാം. ബീൻസ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ക്യാപ്സിക്കവും ക്യാബേജ് കട്ട് ചെയ്ത അതേ ഷേപ്പിൽ ഏകദേശം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ചിക്കൻ വറുത്ത് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഒന്നിൽ ചോപ്പ് ചെയ്യാം, അതിൽ നമ്മൾക്ക് നീളത്തിന് കീറിയെടുക്കാം. ഇത് കൂടാതെ നമ്മൾക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടിയിലെ ഓയിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിലും ആയാലും മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതിലേക്ക് നമ്മളുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് സോട്ടായി വന്ന ശേഷം നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് ഒരു ഹാഫ് കുക്കാക്കി എടുക്കാം. ചൈനീസ് ഫുഡ് നമ്മൾ ഏത് ഉണ്ടാക്കിയാലും അതിൻ്റെ വെജിറ്റബിൾസ് ഹാഫ് കുക്കേ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്കിതൊരു പകുതി കുക്കായതിന് ശേഷം ഇതിനകത്തേക്ക് അല്പം സ്റ്റോക്ക് വാട്ടർ, അതല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മളുടെ തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ്, ഏകദേശം ഒരു 200-250 മില്ലിയോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം അല്പം കുറവാണ്, അല്പം വെള്ളം കൂടി ഒഴിക്കാം നമ്മൾക്ക്. നമ്മളിതിനകത്ത് സാധാരണ രീതിയിൽ സ്റ്റോക്ക് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്കൊന്ന് ഇളക്കിയിടാം. അപ്പോൾ നമ്മളുടെ സോസുകളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു
1/4 സ്പൂണിന് താഴെ ഉപ്പിട്ട് കൊടുത്തു, ഒരു 1/2 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തു, പിന്നെ ഒരല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു നുള്ള് അജിനോമോട്ടോ ഇട്ട് കൊടുത്തു. നമ്മൾക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം ഇട്ട് വേവിക്കരുത്. നമ്മൾക്ക് ഈ സമയത്ത് ഉപ്പ് അതേമാതിരി തന്നെ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചോപ്സിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ ബ്രസ്റ്റ് പീസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കൻ ഇട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം. ഈ തിള വന്നതിന് ശേഷം നമ്മളുടെ കോൺഫ്ലവർ ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി തിക്കാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് തിള വന്നതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ഈ ചോപ്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ആദ്യം ഒരു 2 സ്പൂൺ ചോപ്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തിക്നെസ് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചാൽ മതി. ചോപ്സിയുടെ ഗ്രേവി നല്ല കൊഴുത്ത ഗ്രേവി ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരല്പം കോൺഫ്ലവർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചോപ്സിയുടെ ആ ഒരു തിക്നെസ് കറക്റ്റായിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതൊന്ന് കളർഫുള്ളാക്കാനായിട്ട് ഒരല്പം റെഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് തിളപ്പിച്ച വെള്ളത്തിൽ കലക്കിയെടുത്തിരിക്കുന്ന കളറാണ്. അപ്പോൾ അത് നമുക്കൊരല്പം നമ്മളുടെ കളർ എത്രമാത്രം വേണം എന്നതിനനുസരിച്ച് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അമേരിക്കൻ ചോപ്സിയുടെ കളർ എപ്പോഴും റെഡ് കളറായിരിക്കും, അതേസമയം ചൈനീസ് ചോപ്സിയുടെ ബ്രൗൺ കളറായിരിക്കും. ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ തീ ഓഫ് ചെയ്ത് ഇത് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസിൻ്റെ മുകളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മൾക്കത് നൂഡിൽസിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് എല്ലാ വശത്തേക്കും ആകത്തക്ക വിധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചോപ്സിൽ വെള്ളം ഒരുപാട് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വേണം ചോപ്സി എടുക്കാനായിട്ട്. നമ്മളിത് ഒഴിച്ചാൽ ഉടനടി തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഈ ചോപ്സിയിലെ ഗ്രേവി എല്ലാം വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾക്ക് ചോപ്സി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബുൾസേ അല്ലെങ്കിൽ ഫ്രൈഡ് എഗ്ഗോ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബുൾസേ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ബുൾസേ ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ള് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബുൾസ റെഡി ആയിട്ടുണ്ട്. നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് നമ്മളുടെ ചോപ്സിയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചോപ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.